السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ഏവർക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തു നജ്മിലെ 4 ആയത്തുകളാണ് നാം പഠിച്ചത്. ആ 4 ആയത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകന് ഒരു വഴിപിഴവും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന് ഒരു അബദ്ധവും പിണഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ, എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, നിർദ്ദേശിച്ചിട്ടുണ്ടോ, അതൊന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരവും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി സംസാരിച്ചതല്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൈവീക ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ച മുഴുവൻ സംസാരങ്ങളും. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട പ്രവാചകനെ കൃത്യമായി അംഗീകരിക്കുവാനും അനുസരിക്കുവാനും നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. തുടർന്ന് 5-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹുവിൻ്റെ ഈ ദിവ്യ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് എത്തിയിട്ടുള്ളത്, ആരാണ് അത് എത്തിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. അല്ലമഹു ശദീദുൽ ഖുവാ. അല്ലമ, അല്ലമ ഇൽമ്, അറിവ്, അതിൽ നിന്നുള്ളത്. അല്ലമ പഠിപ്പിച്ചു. ഹു അദ്ദേഹത്തെ, ആരെ? മുഹമ്മദ് നബിയെ. അല്ലമഹു മുഹമ്മദ് നബിയെ പഠിപ്പിച്ചു. ആരാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ഓതി കേൾപ്പിക്കുകയും അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് ആരാണ്? ഷദീദ്, കഠിനമായവൻ, നല്ല ശക്തനായവൻ. അൽ ഖുവ, കഴിവ്, നല്ല കഴിവ്, ശക്തിമത്തായ, നല്ല ശക്തിമത്തായ കഴിവുള്ളവനാണ് അല്ലമഹു, അദ്ദേഹത്തെ അത് പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം വഹ്യ് എത്തിച്ചു കൊടുത്തത് ശക്തിമത്തായ കഴിവുകളുള്ള ഒരാളാണ് എന്ന് പറയുന്നു. അതാരെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ഇവിടെ ഷദീദുൽ ഖുവ എന്ന് പറഞ്ഞത്. ഷദീദുൽ ഖുവ, ശക്തിമത്തായ കഴിവുള്ള ആള്, അദ്ദേഹത്തെ അത് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം. ذو مرة فاستوى. ذو مرة, കരുത്തുള്ള ഒരു വ്യക്തി, കരുത്തുള്ള ഒരു വ്യക്തി, നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല ബലവത്തായ ബുദ്ധിശക്തിയുള്ള ഒരാൾ. ഫസ്തവ, എന്നിട്ട് അദ്ദേഹം ശരിയായി നിലകൊള്ളുകയും ചെയ്തു. ശരിയായി ഫസ്തവ, അദ്ദേഹം ശരിയായി നിലകൊള്ളുകയും ചെയ്തു. ശരിയായി നിലകൊണ്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം ശരിയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഫസ്തവ, ശരിയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ ശരിയായ രൂപത്തിൽ 2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. 2 പ്രാവശ്യം ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഒന്നാമത്തേത് ഹിറാ മലയിൽ വെച്ചുകൊണ്ടാണ്. മറ്റൊന്ന് മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മളൊക്കെ പരിചയമുള്ള ആ സന്ദർഭത്തിലുമാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. 5-ാമത്തെ ആയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഷദീദുൽ ഖുവ, അദ്ദേഹം ശക്തിമത്തായ കഴിവുകളുള്ള ഒരാളാണ്. 6-ാമത്തെ ആയത്തിൽ ദൂ മിർറത്ത്, നല്ല ബലവാനായുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു.
ഇതൊക്കെ ആരെക്കുറിച്ചാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ശക്തിമത്തായ കഴിവുകളുള്ളവൻ, ബലവാൻ എന്നൊക്കെ പറഞ്ഞത്. മിറത്ത് എന്ന വാക്ക് നല്ല നല്ല ബുദ്ധിശക്തിയും ആലോചനാശക്തിയും കൗതുകമുള്ള പ്രകൃതിക്കും എല്ലാം എന്ത് പറയും? മിറത്ത് എന്ന് പറയും. അപ്പൊ ഇതെല്ലാം ഒത്തിണങ്ങിയ ആളായിരുന്നു ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം ഫസ്തവ, ശരിക്ക് നിലകൊണ്ടു, സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ പറഞ്ഞു 2 പ്രാവശ്യമാണ് 60 ചിറകുകളുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. വീണ്ടും 7ാമത്തെ ആയത്തിൽ ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് തന്നെയാണ് അള്ളാഹു പറയുന്നത്. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ. വഹുവ അദ്ദേഹം, ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. വഹുവ ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ ഉഫുഖ്, ചക്രവാളത്തിലായിരുന്നു. ഉഫുഖ് ചക്രവാളം. ആ ചക്രവാളത്തിലായിരുന്നു. ഏത് ചക്രവാളം? അൽ അഅ്ലാ, ഉന്നതമായ ഉയർന്ന ചക്രവാളത്തിലായിരുന്നു, അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച്. ജിബ്രീൽ എന്ന മലക്കിനെ കുറിച്ച് അല്ലാഹു തആല റൂഹുൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിശ്വസ്തനായ ആത്മാവ്, അതുപോലെ റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ കണ്ടതുപോലെ ശക്തിമത്തായ ആള്, ബുദ്ധിശക്തിയുള്ള, ആലോചനാശക്തിയുള്ള, കൗതുകമുള്ള, പ്രകൃതമുള്ള ആൾ എന്ന അർത്ഥത്തിലൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു പറയുന്നത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ മാന്യനും ശക്തിയുള്ളവനും സിംഹാസനസ്ഥനായ അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ളവനും അള്ളാഹുവിങ്കൽ അനുസരിക്കപ്പെട്ടവനും വിശ്വസ്തനുമായ ഒരു ദൂതന്റെ വാക്കാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് എന്ന് അല്ലാഹു പറയുന്നു. അതും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. തീർച്ചയായും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി മജ്നൂൻ, ഒരു ഭ്രാന്തനല്ല. വലഖദ് റആഉ ബിൽ ഉഫുഖിൽ മുബീൻ, തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ജിബ്രീൽ എന്ന ദൂതനെ പിന്നെ ബിൽ ഉഫുഖിൽ മുബീൻ, പ്രത്യക്ഷമായ മണ്ഡപത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അവിടെ പറഞ്ഞത് ഉഫുഖിൽ മുബീൻ, പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ചുകൊണ്ട് എന്നാണ്. ഇവിടെ പറഞ്ഞതോ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ, ജിബ്രീൽ അലൈഹിസ്സലാം ഉന്നതമായ നവമണ്ഡലത്തിലായിരുന്നു എന്ന് പറയുന്നു. ഏതായിരുന്നാലും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ സാക്ഷാൽ രൂപത്തിൽ 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കാണുമ്പോൾ ആകാശത്തിനും ഭൂമിയും ഇടയിൽ ഒരു പീഠത്തിലായിക്കൊണ്ടായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷനായത്. അദ്ദേഹത്തിന്റെ വമ്പിച്ച ആ സൃഷ്ടിരൂപം, ചക്രവാളത്തിന്റെ ഉപരിഭാഗം അദ്ദേഹത്തിന് മുഴുവനും മൂടുന്ന രൂപത്തിലായിരുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ, അദ്ദേഹം കൃത്യമായ ഉന്നതമായ രൂപത്തിൽ, ഉന്നതമായ മണ്ഡലത്തിലായിക്കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്നാമതായി ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് കണ്ടതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്കൊക്കെ സുപരിചിതമാണ്. പക്ഷേ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറെ കാലത്തേക്ക് വഹി വരാതിരുന്നു. ഒരു വിവരവുമില്ല. വഹി വീണ്ടും ലഭിച്ചു കൊണ്ടിരിക്കുവാനുള്ള വല്ലാത്ത താല്പര്യം അള്ളാഹുവിന്റെ റസൂലിനുണ്ട്. ആ മഹാനുഗ്രഹം നിന്നുപോയോ എന്ന ഒരു ആശങ്ക മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവുകയും വല്ലാത്ത അസ്വസ്ഥനാവുകയും ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ. കുറെ ദിവസത്തേക്ക് ജിബ്രീലിനെ കാണാനില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്ന ചില വാക്കുകൾ, അശരീരി ശബ്ദം അവിടെ നിന്ന് കേൾക്കുമായിരുന്നു. ചില അശരീരി ശബ്ദങ്ങൾ കേൾക്കും. അത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് വല്ലാത്ത സമാധാനം വരും, വീണ്ടും അസ്വസ്ഥനാകും. ഇങ്ങനെ ഇരിക്കെ ഒരിക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ആകാശത്തിനും ഭൂമിയിലും ഇടയിൽ ഒരു പീഠത്തിലായിരുന്നു അദ്ദേഹം. അതിനെക്കുറിച്ചാണ് ഇവിടെ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ, ഉന്നതമായ പീഠത്തിലായി യഥാർത്ഥ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. വീണ്ടും അവരുടെ കൂടിക്കാഴ്ചയെ കുറിച്ച് അല്ലാഹു പറയാം. സുമ്മ ദനാ ഫതദല്ലാ, സുമ്മ പിന്നീട്,
സുമ്മ പിന്നീട്, ധനാ അടുത്തു, അവർ രണ്ടുപേരും അടുത്തു. ധനാ രണ്ടുപേരും, ജിബ്രീലും മുഹമ്മദ് നബിയും അടുത്തു. ഫതദല്ല, അങ്ങനെ കൂടുതൽ അടുത്തു. അവർ അടുത്തു എന്ന് മാത്രമല്ല, കൂടുതൽ അവർ രണ്ടുപേരും അടുത്തു. എത്രത്തോളം അടുത്തു? ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഫകാന എന്നിട്ടായി, ഖാബ ഞാണ് പോലെയായി, ഖൗസൈനി ഖൗസൈൻ രണ്ട് വില്ല്, ഖൗസ് വില്ല്, ഖൗസൈനി രണ്ട് വില്ല്. അപ്പൊ രണ്ട് വില്ലിന്റെ അളവിൽ, ഔ അദിന അല്ലെങ്കിൽ അതിലും കൂടുതൽ അടുപ്പമായി തീർന്നു. അങ്ങനെ അദ്ദേഹം രണ്ട് വില്ലുകളുടെ അകലത്തിലോ അതിനേക്കാൾ അടുത്തോ ആയിരുന്നു. ആരുടെ സംഭാഷണം? മുഹമ്മദ് നബിയുടെയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും സംഭാഷണം. അഭിമുഖ സംഭാഷണം നടത്തുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാമീപ്യത്തെ, അവരുടെ അടുപ്പത്തെ സൂചിപ്പിക്കുന്ന വെറും ഒരു ഉപമ മാത്രമാണെന്ത്? ഈ രണ്ട് വില്ലുകളുടെ അകലത്തിൽ അത്രത്തോളം അവർ അടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ അടുത്തിട്ടുള്ളത് ആര് തമ്മിലാണ്? ഒന്ന് മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രണ്ടാമത്തത് മലക്കാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിലാണ്. ആ അടുപ്പം രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള, അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും ഭൗതിക ജീവികൾ തമ്മിലുള്ള ഒരു അടുപ്പമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് ആ അടുപ്പം എങ്ങനെയുള്ളതാണ്? എങ്ങനെയാണ് അവർ അടുത്തിട്ടുള്ളത്? ഒന്ന് ഉപലോകവാസിയായ മലക്കാണ്, ആ വർഗത്തിന്റെ മലക്കുകളുടെ നേതാവാണ്. മറ്റൊന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഭൗതിക ജീവിതത്തിലെ മനുഷ്യവർഗത്തിലെ ഏറ്റവും പ്രധാനിയായ പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. എന്നാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന് അവർ രണ്ടുപേരും ഇത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയല്ലാതെ ഭൗതികമായ ജീവിതത്തിലുള്ള ഒരു അടുപ്പവുമായി ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല? താരതമ്യം ചെയ്യാൻ പറ്റില്ല. മറിച്ച് അതൊരു ഉപമയും ഒരു അലങ്കാര പ്രയോഗവും മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രൂപത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ദിവ്യ സന്ദേശം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, ഇങ്ങനെ അത്രത്തോളം അവർ രണ്ടുപേരും അടുത്തിട്ട് എന്താ ഉണ്ടായത്? ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. രണ്ടാളും അടുത്തു, വല്ലാതെ അടുത്തു, അങ്ങേ അറ്റം അടുത്തു. അടുത്തിട്ടോ ഫഔഹാ, എന്നിട്ട് അദ്ദേഹം വഹ്യ നൽകി, ദിവ്യ സന്ദേശം നൽകി. ആർക്ക്? ഇലാ അബ്ദിഹി, അബ്ദ് അടിമ, ഇലാ അബ്ദിഹി അദ്ദേഹത്തിന്റെ അടിമയിലേക്ക്, മാ ഔഹാ വഹ്യ നൽകിയത്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, അപ്പോൾ അവൻ, അള്ളാഹു തന്റെ ദാസന് അവൻ ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം പറഞ്ഞുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുവോ അത് ജീവിതത്തിൽ പകർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂല് ഗുണകരമായതല്ലാത്ത, നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളത് മാത്രമേ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ദോഷകരമായത് മാത്രമേ റസൂലുള്ള നമ്മോട് ഉപേക്ഷിക്കാനും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ള കളവ് പറയുകയില്ല. ഇനി ഒന്നുകൂടെ സൂറത്തുൻ നജ്മിലെ 5-ാമത്തെ ആയത്ത് മുതൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ആ ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അല്ലമഹു ശദീദുൽ ഖുവാ, അല്ലമഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു, മുഹമ്മദ് നബിയെ പഠിപ്പിച്ചു, ശദീദുൻ കഠിനമായവൻ, അൽ ഖുവാ ശക്തിമത്തായ കഴിവുള്ള ഒരാൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ വിശുദ്ധ ഖുർആനൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് പഠിപ്പിച്ചത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു മഹത്വം, അതേ നല്ല ബലവാനായിട്ടുള്ള ഒരുവൻ, ഫസ്തവ അദ്ദേഹം ശരിക്ക് നിലകൊണ്ടു, അഥവാ സാക്ഷാൽ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ, അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു, ഉന്നതമായ നവോമണ്ഡലത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ
സുമ്മ ദനാ, പിന്നീട് അദ്ദേഹം അടുത്തു. ഫതദല്ല, അങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തു വന്നു. പിന്നീട് അദ്ദേഹം അടുത്തു വന്നു, അങ്ങനെ കൂടുതൽ അടുത്തു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അങ്ങനെ രണ്ട് വില്ലിന്റെ അളവിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ അവർ രണ്ടുപേരും അടുപ്പമായി തീർന്നു. രണ്ട് വില്ലുകളുടെ അകലത്തിലോ അതിനേക്കാൾ അടുത്തോ ആയിരുന്നു അവരുടെ ആ അടുപ്പം. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, അപ്പോൾ അള്ളാഹു തന്റെ ദാസന് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. പഠിക്കുക, പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.